മർത്യമായത് അമൃത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി വന്നിരിക്കുന്ന എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിന്റെ ജയമെടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം നമുക്ക് നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വർത്തുകളെന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുന്നു. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16 മുതലായ വാക്യങ്ങൾ, 13 മുതലായ വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനത വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. കർത്താവിൻ പ്രിയരെ, ദ്രവത്വമുള്ള ശരീരം ഈ കല്ലറയിൽ നാം സംസ്കരിക്കുവാൻ പോകുന്നു. നമ്മുടെ കർത്താവിനെ മടങ്ങി വരവെങ്കിൽ അദ്രവത്ത ശരീരത്തിൽ ജോർജ് പിടിച്ചായൻ ഇവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരും. അപമാനമുള്ള ശരീരത്തെ അവിടെ സംസ്കരിക്കുന്നു. തേജസ്സുള്ള ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരും. ബലഹീനമായ ശരീരം അവിടെ സംസ്കരിക്കുന്നു. ശക്തിയുള്ള ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരും. പ്രാകൃത ശരീരം അവിടെ ഈ കല്ലറയെ സംസ്കരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ കാഹളം ധ്വനിക്കുമ്പോൾ ആത്മീയ ശരീരത്തോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് കുട്ടിച്ചായൻ ഇവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരും. ആ പ്രത്യാശയോടുകൂടെ ഈ ശുശ്രൂഷ നമുക്ക് നിർവഹിക്കാം. ഇപ്പോൾ ആ മുഖം മൂടി പെട്ടി അടച്ച് പെട്ടി കല്ലറയിലേക്ക് ഇറക്കി വെക്കേണ്ട സമയമാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അങ്ങോട്ട് എടുത്തു ഞാൻ പറയുന്നത് കേട്ട എല്ലാവരും ചെയ്യും, അല്ലെങ്കിൽ ആകെ കുളം. ഇനി അതിന്റെ ആ പടി ഇറക്കി ആ 4 പടി കറക്റ്റായിട്ട് ഇറക്കി താഴെ അത് പോക്കെ മോനെ ഇങ്ങനെ സൈഡിലുണ്ട്. രണ്ട് സൈഡ് ലെങ്ത് ും
ഇതെടുത്ത് പെട്ടി ഈ കുഴിയുടെ സെന്ററിൽ കൈ ലെവലിൽ അവിടെ പിടി പെട്ടിയെ പിടി മോനെ ലെവല് കയറ ലെവലാക്കണം കുഴപ്പമില്ല വിട്ടടാ കുഴപ്പമില്ല മുന്നോട്ട് റെഡ് പൂ മാത്രം എന്റെ വ്രതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. മുടിയിൽ കിടക്കുന്നവരെ ഉടർന്നു ഘോഷിപ്പേ, നിന്റെ വനപ്രഭാതത്തിലെ മഞ്ഞ പോലെ ഇരിക്കുന്നു. ഭൂമി വ്രതന്മാരെ പ്രസവിക്കുമല്ലോ. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. എന്നെ വിട്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവരോട് പൊടുമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്നെ തൊക്കെ ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവരെ കാണും. അന്യരല്ല, എന്റെ സ്വന്തം കണ്ണ് അവരെ കാണും. എല്ലാവരും വളരെ സ്നേഹിച്ച കർത്താവദാസൻ പ്രിയ ജോർജ് കുട്ടിച്ചായൻ 81 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ദൈവത്തിനെ വിളിച്ചപ്പോൾ ആകാശമണ്ഡലത്തിനപ്പുറത്ത് ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ തന്റെ ആത്മാവ് വിശ്രമത്തിനു വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. തന്റെ ഭൗമ ശരീരം കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ പൊൻപുലരിയിൽ ഈ കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരേണ്ടതിന് ദൈവത്തിലുള്ള വിശ്വാസത്തിലും ദൈവവചനത്തിലുള്ള വിശ്വാസത്തിലും ദൈവത്തിലുള്ള പ്രത്യാശയിലും ദൈവനാമത്തിൽ ഈ കല്ലറയിൽ ഈ ശരീരം സംസ്കരിക്കുന്നു. പ്രിയപ്പെട്ട ജോർജ് കുട്ടിച്ചായ പോയിക്കൊള്ളുക. കാലാവസാനത്തേക്ക് ഓഹരി പ്രാപിക്കുവാൻ ഇവിടെ നിന്നും എഴുന്നേറ്റ് വരിക. മനുഷ്യാദ്യ പൊടിയാകുന്നു, പൊടി നിന്നെ എടുത്തിരിക്കുന്നു, പൊടിയിലേക്ക് തിരികെ ചേരുമെന്നുള്ള ദൈവവചനത്തിന്റെ പ്രത്യേകമായി പൊടിയിൽ നിന്നും കുഴിന്നെടുത്ത ശരീരത്തെ പൊടിയിലേക്ക് തിരികെ ഏൽപ്പിക്കുന്നു. അല്പസമയത്തേക്ക് സ്നേഹമുള്ള മുഖം നമുക്ക് മറഞ്ഞിരിക്കുന്നു എങ്കിലും നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ വീണ്ടും കാണാം. വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടോ പ്രത്യാശയും വേണ്ട ദുഃഖം
പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു. സമുദ്രഗതിയില്ല. പുതിയൊരു ശരീരം വിശുദ്ധ നഗരം കർത്താവിനായി ലംഘിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസനം തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. ഒരു മഹാസത്വം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന് കൂടാരം, അവരവരോട് കൂടെ വസിക്കും, അവരവന് ജനമായിരിക്കും. ദൈവം താൻ അവിടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവരവിടെ കണ്ണിൽ നിന്ന് കടന്നിരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. നമ്മുടെ പ്രിയ ജോർജ് ബന്ധത്തിലും ഇനി മരണമില്ല, ഇനി ദുഃഖമില്ല, ഇനി മുറവിളിയില്ല, ഇനി കഷ്ടതയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയിരിക്കുകയാണ്. കർത്താവ് പ്രിയരെ, നമ്മുടെ കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ കഷ്ടതയുണ്ട്, ദുഃഖങ്ങളുണ്ട്, മുറവിളിയുണ്ട്, മരണമുണ്ട്. എന്നാൽ കർത്താവിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കാൻ കഴിയുന്നവർ ഭാഗ്യമുള്ളവരാണ്. മനുഷ്യന്റെ അവസ്ഥ ഇതാകുന്നുവെങ്കിൽ ധനവാനെന്തിനു പ്രശംസിക്കണം, ജ്ഞാനി എന്തിനു പ്രശംസിക്കണം, ധനവാനെന്തിനു പ്രശംസിക്കണം. എല്ലാറ്റിന്റെയും സാരം കേട്ടുകൊള്ളുക. ദൈവത്തെ ഭയപ്പെട്ട് അവരെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ഭാര്യ സഹോദരങ്ങളെ, ദൈവത്തെ ഭയപ്പെടാം, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുക, ദൈവം വിളിക്കുന്ന സമയത്തിന് വേണ്ടി ഒരുങ്ങ. നമ്മുടെ കർത്താവിനും മടങ്ങി വരവിൽ അവരെ എതിരേൽപ്പാൻ ഒരുക്കമുള്ളവരായി തീരാം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമാതാവിനെ, മക്കളെ, അവരുടെ കുടുംബങ്ങളെ, കൊച്ചുമക്കളെ, സഹോദരങ്ങൾ, ഏവരെയും അവരുടെ കുടുംബങ്ങളെയും ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ദൈവത്തിന്റെ ദിവ്യ സമാധാനവും ദിവ്യാശ്വാസം കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ മുറിവുകളെ ദൈവം കെട്ടട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. കാഹളം ധ്വനിക്കുമ്പോൾ നമുക്ക് വീണ്ടും പ്രിയപിതാവിനെ കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, നന്ദിയോടങ്ങേ വാഴ്ത്തുന്നു. വാത്സല്യ പിതാവിന്റെ വേർപാടിലെ ബന്ധത്തിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. 51 വർഷക്കാലം ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവെ, അനുഗ്രഹപ്പെട്ടായ ഹല്ലേലൂയ ആമേ ജീവിതം നയിക്കുവാൻ മക്കളോട്, മരുമക്കളോട്, കൊച്ചുമക്കളോട് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിന്റെ സമയമായപ്പോൾ തിരികെ വിളിക്കുവാനിടയായി തീർന്നില്ല. കർത്താവെ, ഇന്ന് പകൽക്കാലം അതിന്റെ ശുശ്രൂഷ ഇത്രത്തോളം ചെയ്യുവാൻ ദൈവം സഹായിച്ചല്ലോ. അമ്മച്ചി ഏൽപ്പിക്കുന്നു, നീ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. തലമുറകളെ, അവരുടെ കുടുംബങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നീ അവരെ ആശ്വസിപ്പിക്കണമേ. സൃഷ്ടി ചെയ്യുവാൻ നിങ്ങളുടെ വൃദ്ധനെ എന്നെ ബലപ്പെടുത്തിയല്ലോ, ഈടുവാൻ നിങ്ങളുടെ വൃദ്ധനെ എന്നെ സഹായിച്ചല്ലോ. കടവന്ന് ബന്ധുവിന്റെ ചാച്ചക്കാർ, പ്രിയപ്പെട്ട എല്ലാവരും തിരിക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ആ കർത്താവിന്റെ ഹല്ലേലൂയ ആ ഗംഭീരനാഥത്തെ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാനുള്ള പ്രത്യാശ വീണ്ടും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ഇത്രത്തോളം സഹായിച്ചുകൊണ്ട് ശുശ്രൂഷ ആദരിച്ചുകൊണ്ട് മഹത്വം അങ്ങേക്ക്, മാനം അങ്ങേക്ക്. യേശു നാം താഴ്മയുടെ അപേക്ഷിക്കുമ്പോൾ ദൈവോടെ ഉത്തരമരണം സ്വർഗീയ നല്ല പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനെ കൂട്ടായി ദൈവികമായ എല്ലാ സമാധാനവും നാം എല്ലാവരോടും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ വ്യക്തികളോടും കൂടെ ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരുവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം മരണത്തിന്മേൽ ജയം നൽകുന്ന ദൈവത്തിനു സ്തോത്രം. എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവരോട് പ്രത്യേകം നന്ദി പറയും. ഭാഗങ്ങളോട് നന്ദി പ്രാവശ്യം.